ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം അല്ലദീ ബല്ലഗ റിസാലഹ വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ വകശഫല്ലാഹു ബിഹിൽ ഗുമ്മ വജാഹദ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹത്താ അതാഹുൽ യഖീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഖലീലും പ്രവാചകന്മാരുടെ പിതാവുമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭക്തിനിർഭരവും ത്യാഗോജ്വലവുമായ ജീവിത ചരിത്ര സ്മരണകൾ അനുസ്മരിച്ചുകൊണ്ട് മുസ്ലിം ലോകം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് മുസഫ യൂണിറ്റിലെ പ്രവർത്തകർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈദുൻ സഈദ്, കുല്ലു ആമിൻ അൻതും ബിഖൈർ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. പ്രിയമുള്ളവരെ, മക്കയിലെ മശാഇറുകളിൽ ദശലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഓരോന്നായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. യൗമുൻ നഹറിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ് ബലിയറുത്ത് തഹല്ലുലായി മക്കയിൽ പോയി തവാഫുൽ ഇഫാദയും സഅയും നിർവഹിച്ച് മിനയിലേക്ക് തന്നെ അവർക്ക് തിരിച്ചു വരണം. ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നതോടുകൂടി അത് വരെ അവർ ഉരുവിട്ടിരുന്ന തൽബിയത്ത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന ഈ തൗഹീദിൻ്റെ വിളംബരം അത് അവസാനിപ്പിച്ചുകൊണ്ട് അവർ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ സന്തോഷത്തിലും സന്താപങ്ങളിലും കണ്ണീരിലും പുഞ്ചിരിയിലും നമ്മുടെ അനുഗ്രഹാവസ്ഥകളിലും നിഗ്രഹവേളകളിലുമൊക്കെ നമുക്ക് പ്രഖ്യാപിക്കുവാനും മുഴക്കുവാനുമുള്ള മന്ത്രധ്വനിയാണ് അല്ലാഹു അക്ബർ. അല്ലാഹു ഏകനാണ്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അവൻ മഹോന്നതനാണ് എന്ന തൗഹീദിൻ്റെ ഈ വിളംബരം പ്രവാചകന്മാരായ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്തോട് പ്രഖ്യാപിച്ച വിശുദ്ധമായ ആദർശ സന്ദേശമാണത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളാണ് നമുക്ക് പഠിക്കുവാനും പകർത്തുവാനുമുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്, അവൻ്റെ നിയമങ്ങളാണ്, അവൻ്റെ നിർദ്ദേശങ്ങളാണ്, അവൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന പ്രഖ്യാപനമാണ് ഈ തക്ബീറിൻ്റെ സന്ദേശം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതൃക കാണിച്ചു തന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സ്വന്തം പിതാവിൽ നിന്ന് അദ്ദേഹം തുടങ്ങി, അങ്ങനെ തൻ്റെ കടമകൾ പൂർത്തിയാക്കി ബാധ്യതകൾ നിറവേറ്റി. വ ഇബ്രാഹിം അല്ലദീ വഫ എന്ന് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളോട്, ജീവിക്കുന്ന സമൂഹത്തോട്, ഭരണാധികാരിയോട്, താൻ ജീവിച്ച ജീവിത പരിസരത്തോടും പ്രകൃതിയോടുമൊക്കെ തന്നെ എന്തൊക്കെ ബാധ്യതകളുണ്ടോ അതൊക്കെ ആ പ്രവാചകൻ നിറവേറ്റി. അവസാനം സ്വന്തം നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് പോകുന്നത്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, നേരിൻ്റെ മാർഗം കാണിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അല്ലാഹു അക്ബറിൻ്റെ പ്രഖ്യാപനം ജീവിതത്തിലൂടെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ബലിപെരുന്നാളിൻ്റെ ഈ സുദിനങ്ങളിൽ മഹാനായ ആ പ്രവാചകൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണവും ഭക്തിസാന്ദ്രവുമായ ജീവിത സ്പന്ദനങ്ങളാണ് നാം പഠിക്കാനും പകർത്താനും ശ്രമിക്കേണ്ടത്. ഇബ്രാഹിം എന്ന പിതാവ്, ഹാജർ എന്ന മാതാവ്, ഇസ്മായിൽ എന്ന പുത്രൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകിയ പുത്രനെ പിതാവ് ദൈവിക മാർഗത്തിൽ തൻ്റെ പിൻഗാമിയാക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വളർത്തുന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ പതറാതെ വിജയം നേടുന്നു. ത്യാഗവും സമർപ്പണവും നിറഞ്ഞു തുളുമ്പുന്ന ധന്യധന്യമായ ജീവിത സന്ദർഭങ്ങളും അവസരങ്ങളുമാണ് അദ്ദേഹം തൻ്റെ പരലോകത്തിന് വേണ്ടി, തൻ്റെ മരണാനന്തര ജീവിത വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. തൻ്റെ രക്ഷിതാവ് തന്നോട് നീ ജീവിതം സമർപ്പിക്കുക, കീഴ്പ്പെടുക എന്ന് അരുളിയപ്പോൾ, കൽപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് സന്നദ്ധനായി. ലോകരക്ഷിതാവായ അള്ളാഹുവിന് എൻ്റെ ജീവിതത്തെ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ഈ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമാണ് നാം ആഘോഷിക്കുന്ന ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആ മകനെ തൻ്റെ ആദർശത്തോട് ചേർത്ത് നിർത്താൻ എത്രമേൽ ആ പിതാവ് പരിശ്രമിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അങ്ങനെയുള്ളൊരു മകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അവസാനം പരീക്ഷണ വേളയിൽ പോലും തൻ്റെ മകനുമായി കൂടിയാലോചിക്കുകയാണ്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശം മകനെ ബലിയറുക്കണം, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ന കൽപ്പന അത് ശിരസാവഹിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറായ ആ പ്രവാചകൻ മകനോടാണ് ഈ കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നത്. യാ ബുനയ്യ എന്ന സംബോധനയിൽ തന്നെ ഒരു ചേർത്ത് പിടിക്കലുണ്ട്, ചേർത്ത് നിർത്തലുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന നമുക്കൊക്കെ വലിയ പാഠമാണ് ഇതിലൂടെയൊക്കെ ലഭിക്കുന്നത് എന്ന് കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാര്യയെയും നമ്മുടെ ബന്ധുക്കളെയുമൊക്കെ ഈ വിശുദ്ധമായ ആദർശത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹു വലിയവനാണ് എന്ന നമ്മുടെ പ്രഖ്യാപനത്തിന് അർത്ഥം കാണാൻ, ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ സന്നദ്ധനാകണം എന്നതിന് അവർക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകാൻ നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആ മകൻ അതിന് സന്നദ്ധനായപ്പോൾ ആ മകൻ പിതാവിനെ സംബോധന ചെയ്ത് നോക്കൂ. യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. വന്യപിതാവേ, താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക, ദൈവഹിതം എന്താണോ അത് താങ്കൾ നടപ്പിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് വിനയത്തോടെ, ക്ഷമയോടെ, ത്യാഗം സഹിച്ച് സന്നദ്ധനായിക്കൊണ്ട് ആ മകൻ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ ബുനയ്യ എന്നതൊരു സംബോധന മാത്രമല്ല, ജീവിതത്തിൽ ഒരു പിതാവ് മകന് എന്തൊക്കെ നൽകേണ്ടതുണ്ടോ അതെല്ലാം ആ ഒരു വിളിയിലും സംബോധനയിലുമുണ്ട്. നമ്മളും നമ്മുടെ മക്കളെ നമ്മുടെ ഈ ആദർശത്തിനോടും നമ്മുടെ ധർമ്മത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ നല്ല ശീലങ്ങളോടും ചേർത്ത് നിർത്തുക. അങ്ങനെ അവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് യാ അബത്തി, യാ ബുനയ്യ എന്ന സംബോധനയിൽക്കാണ് യാ അബത്തി വന്യപിതാവേ എന്ന മറുപടി ലഭിച്ചിട്ടുള്ളത്. നമുക്കും അങ്ങനെയുള്ള മറുപടികൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, മഹദി ഹാജിർ, അവരും തങ്ങളുടെ ജീവിതത്തിന് എല്ലാ ഉമ്മമാർക്കും ഒരു വലിയ മാതൃകയാണ് സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം വിജലമായ മക്കയിൽ കരിമ്പാറക്കെട്ടുകൾക്കും മൊട്ടക്കുന്നുകൾക്കുമിടയിൽ ആ ഉമ്മയെയും പിഞ്ചു പൈതലിനെയും ഒഴിവാക്കി തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങുമ്പോൾ പിന്നാലെ ചെന്ന് മഹദി ഹാജർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദായ ഇബ്രാഹിം, ഇബ്രാഹിം, അള്ളാഹുവാണോ താങ്കളോട് ഇത് കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ബല, അതെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം പോവുകയാണ്. ആ സന്ദർഭത്തിൽ മഹദി ഹാജർ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇദൻ ലാ യുളയ്യുന, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്നാണ്. ഈ ഒരു തവക്കുൽ, അള്ളാഹുള്ള വിശ്വാസം, അങ്ങനെ അള്ളാഹുവിൽ സർവസ്വവും പരമേൽപ്പിക്കാനുള്ള മനസ്സ്, അതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. ഫതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്,
ഒരിക്കലും മരിക്കാത്തവനായ അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അവരുടെ കാര്യങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പോയി. പിന്നീട് ആ ഉമ്മയും മകനും മാത്രം ബാക്കിയായി. അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളെല്ലാം തീർന്നു, വെള്ളം തീർന്നു. അങ്ങനെ അവർ സഹായം തേടിക്കൊണ്ട് സഫാ കുന്നിലേക്ക് കയറി. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരുമില്ല. അവിടെ നിന്നിറങ്ങി മറുവയിലേക്ക് ഓടി. വല്ല സഹായവും രക്ഷയും കിട്ടുമോ? അവിടെയും ആരുടെയും സഹായവും രക്ഷയും കിട്ടുന്നില്ല. ഈ ഓട്ടത്തിൽ നിന്ന് ഇടയിലതാ ഒരു അശരീരി കേൾക്കുന്നു സഹായത്തിൻ്റെ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പിഞ്ചു പൈതലിനെ കിടത്തിയ ഇടത്ത് ഒരു മലക്ക് തൻ്റെ ചിറക് കൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് വചനങ്ങളിലുള്ളത്. അവിടെ അതാ മണ്ണിൽ കോറുന്നു. അവിടെ നിന്നൊരു ഉറവ പൊട്ടി വരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിലിൻ്റെ മാതാവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ. അവരെങ്ങാനും ആ ഉറവയെ തടകെട്ടി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂമിയാകെ പരന്നൊഴുകുന്നൊരു ജലാശയമായി അത് മാറുമായിരുന്നു എന്ന്. അതാണ് സംസം, തവക്കുലിൻ്റെ പ്രതിഫലം, സഅയിൻ്റെ പ്രതിഫലം. അള്ളാഹുൽ തവക്കുലാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള പാഠം കൂടിയാണ് മഹദി ഹാജർ നമുക്ക് പകർന്നു തരുന്നത്. ഒരു കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം തങ്ങളുടെ മക്കളെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും പ്രയാസഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടത് എന്നതിന് വലിയ ഒരു പാഠമാണ് ശരിക്ക് ഇതിലൂടെ. സഅയി യഥാർത്ഥത്തിൽ അതാണ്. സഫയുടെയും മറുവയുടെയും ഇടയിലുള്ള ഈ ഓട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർക്ക് ഒരു അനുഷ്ഠാന കർമ്മമായി പ്രവാചകൻ മുഖേന നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ജനനമാകുന്ന സഫയുടെയും മരണമാകുന്ന മറുവയുടെയും ഇടയിലുള്ള സഅയാണ് ശരിക്ക് നമ്മുടെ ജീവിതം. ആ ജീവിതം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ വമൻ അറാദൽ ആഖിറ വസ്സഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ, വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിത ലക്ഷ്യം നേടാൻ, പരലോക വിജയം നേടാൻ നമ്മൾ ചെയ്യേണ്ട അധ്വാനങ്ങളെല്ലാം ചെയ്യണം. ജീവിതമാകുന്ന ഈ പരക്കം പാച്ചിലുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കണം നമുക്ക് ഏറ്റവും വലുത്. അവൻ്റെ ഇഷ്ടങ്ങളായിരിക്കണം ഏറ്റവും വലുത്. നമ്മുടെ അഭീഷ്ടങ്ങളെയും അഭിരുചികളെയും താല്പര്യങ്ങളെയും നമ്മുടെ മോഹങ്ങളെയുമൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് അവയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ഉള്ള ബലിദാനങ്ങളാകണം ശരിക്ക് നമ്മുടെ സമർപ്പണങ്ങളെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈദ് നമുക്കറിയാം, ഈദുൽ അദ്ഹ എന്നുള്ളത് മാനവിക സാഹോദര്യത്തിൻ്റെ വിശ്വമാനവികതയുടെ മഹിതമായ സന്ദേശം നമുക്ക് പകർന്നു തരുന്ന ഒരു ആഘോഷം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ദുരിതം പേറുന്ന ആളുകളെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഓർക്കണം. ഫലസ്തീനിലെ സഹോദരങ്ങൾ, റോഹിംഗ്യൻ അഭയാർത്ഥികൾ വിശന്ന് വലഞ്ഞ് പട്ടിണി കിടന്ന് അല്പം ഭക്ഷണം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ചുകൊണ്ട് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നതിനിടയിലേക്ക് ബോംബ് വർഷിക്കുന്ന മനുഷ്യത്വരഹിതമായ കാട്ടാളമായ മുട്ടാളമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂതലോബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ചെയ്തികൾക്ക് അർഹമായ പ്രതിഫലം ഈ ദുനിയാവിൽ നിന്നും പരലോകത്തു നിന്നും നൽകട്ടെ എന്നൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ അമലുകളും നീ ഞങ്ങളുടെ നന്മയുടെ ത്രാസിൽ ഖനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളായി സ്വീകരിക്കണമേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിൽ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട്. അവർ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്നും മനോവ്യഥകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവർക്ക് കരകയറ്റം നൽകി അവർക്ക് മോചനം നൽകണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.